ഹായ്. അപ്പം ഇന്ന് ഓണമാണ്, കണ്ണൂരാണുള്ളത്. നമുക്ക് കണ്ണൂരത്തെ ഒരു ഓണം സെലിബ്രേഷൻ നോക്കാം. സാധാരണ നാടുകളിൽ സദ്യയാണ്, കണ്ണൂർ വരുമ്പം സദ്യയല്ല. അപ്പോൾ നമുക്ക് പൂക്കളൊക്കെ ഇടണം. അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ്. ഇവിടെ അങ്ങനെ ഭയങ്കര പൂക്കളിടാനും അങ്ങനത്തെ ഒരു ഫാൻസ് ആരും ഇല്ല. അപ്പോൾ ഇത്രയും പൂക്കളുണ്ട്, ഇതിനിപ്പോൾ ഇടണം. അപ്പോൾ തിരുവോണം വരെയും മുറ്റത്തും തിരുവോണം വരുമ്പോൾ അകത്തും ഇടണം എന്നാണ് പറയപ്പെടുന്നത്. എനിക്കറിയില്ല കേട്ടോ, ഇതൊക്കെ കേട്ടുകേൾവിയാണ്. അപ്പോൾ നേരെ മുമ്പിലിട്ട് കഴിഞ്ഞാൽ ടോപ്പ് മോൻ ഒരു ചാട്ടത്തിനത് നശിപ്പിക്കും. സോ സൈഡിൽ ഇവിടെ ഇടാനാണ് പ്ലാൻ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരച്ച് ലാസ്റ്റ് ആയിട്ടുള്ളത്. പൂ ഇത്രമാത്രം ഉണ്ടോയെന്നും അറിയില്ല, നമുക്ക് നോക്കാം. ട്രഡീഷണൽ മെത്തേഡിൽ വന്നിട്ടുണ്ടോ? ഇതാ പുള്ളി കൊണ്ട് തന്നെ ബാലേട്ടനെ കാണിച്ചിട്. ഇത്രയും കഴിഞ്ഞു. ഇപ്പോൾ ടൈം ഒരു 9:30-9:45 പല്ല് തേച്ചിട്ടില്ല, ഫുഡ് കഴിച്ചിട്ടില്ല, ഒന്നുമില്ല. അപ്പോൾ ഏകദേശം കഴിയാറായിട്ടുണ്ട്. പൂ തികയൂല എന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഇതിപ്പോൾ പൂ ബാക്കിയാണ്, ഇവിടെ സ്ഥലമില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് നിർത്തി. ഇനി ഇത്രയും പൂ ബാക്കിയുള്ളത് കൊണ്ട് ഒരു ഫൈനൽ റൗണ്ട് കൂടെ കൊടുത്തിട്ട് നിർത്താമെന്നാണ് പ്ലാൻ. നിർത്തി. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ചുറ്റുമൊക്കെ ക്ലിയർ ചെയ്തു. എന്താ തോന്നുന്നത്, രസമുണ്ടോ? അടുക്കളയിൽ ഫുഡിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കാണാം. ഫുഡ് ബിരിയാണിയാണ്. ഒരു പായസം പാലട ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അയക്കൂറ ഫ്രൈ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ് പരിപ്പ് പായസം അഥവാ പ്രഥവൻ, അതിൻ്റെ ഫസ്റ്റ് പാല് റെഡി ആയിക്കൊണ്ട് അതിൻ്റെ ഫസ്റ്റ് പാല് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. എത്ര പാലെടുക്കും വെച്ചാ? ഓണസദ്യ റെഡിയാവുന്നതിന് മുന്നേ മാവേലി കാണാൻ വന്നു. അപ്പം നമ്മൾ ചിക്കൻ മസാലയാക്കി വെച്ചതും നെയ്ച്ചോറും മിക്സ് ചെയ്യാൻ പോവാം. ഞാനാണെങ്കിൽ ഇത് രണ്ടും ഒപ്പരം ഇട്ടിട്ട് ചെയ്യും, പക്ഷേ ഇതിപ്പോൾ അമ്മേൻ്റെ ചീത്ത വെക്കുന്നുള്ളത് കൊണ്ട് ചോറ് മൊത്തം മാറ്റി വെച്ച് ഓരോ ലെയറിൽ ചിക്കൻ റൈസ് എന്നിട്ടിട്ട് വേണം മിക്സ് ചെയ്യാൻ പോകുന്നത്. ഈ പാത്രത്തിൽ കൊള്ളുമെന്നും ഡൗട്ട്. പണ്ട് ഞാനും അനിയനും കൂടെ ബിരിയാണി ആക്കി കഴിഞ്ഞാൽ ഉപ്പ് നോക്കാമെന്ന് പറഞ്ഞിട്ട് വരും. എന്നിട്ട് ഓരോ ചിക്കൻ ഓരോ കോപ്പയിലെടുത്തിട്ട് തിന്നും. ആ പരിപാടി ഇപ്പം നിർത്താം. എന്താ വെച്ചാൽ അങ്ങനെ തിന്നു കഴിഞ്ഞാൽ പിന്നെ ബിരിയാണി തിന്നാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റി കുറയും, ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ. അപ്പം ഞാൻ വായിൽ വെള്ളം വെച്ച് നിൽക്കുക. ഇപ്പം മറ്റേ മ്യൂസിക് സുബഹനല്ല ഇതാക്കി കുറച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് നെക്സ്റ്റ് ലെയർ ആക്കും. ഇളക്കാൻ പറ്റില്ല, പാത്രത്തിൽ കൊള്ളില്ല എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, അല്ല ഇങ്ങനെ ചെയ്യില്ല. അപ്പോൾ ഇത് മൊത്തം പാത്രം അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്പേസ് പോകും. സോ നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊണ്ടുപോകാം. വേഗം വന്നു, സാരി എടുത്ത് വേഗം വന്നു, മേക്കപ്പിനൊന്നും നിൽക്കണ്ട. അപ്പോൾ അച്ഛനും അമ്മയും റെഡിയാകാൻ പോയേക്കാണ്. ആ സമയം കൊണ്ട് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ വിശന്ന് കത്താൻ തുടങ്ങി. സെറ്റാക്കി വെക്കാം. ടോബു ഇത്തിരി ലേറ്റ് ആകുന്നതുകൊണ്ട് ടോബുവിന് നേരത്തെ കൊടുത്തു. അപ്പോൾ ചെമ്പാവ് പുന്നെല്ലിൻ ചോറ് എന്നൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മൾ കണ്ണൂരാണ്. കണ്ണൂർ ഒരാഘോഷവും നോൺ വെജ് ഇല്ലാണ്ട് നടക്കില്ല. ബിരിയാണി അല്ലെങ്കിൽ ചോറ്, നെയ്ച്ചോറ്, ചിക്കൻ കറി, ഫിഷ് ഫ്രൈ അങ്ങനെ ഒന്നുമില്ലാതെ നടക്കില്ല. അങ്ങനെ നല്ലൊരു ബിരിയാണി കഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് മധുരം, 2 തരം പായസവും കൂട്ടി കുറച്ച് മധുരം കൂടെ കഴിക്കാം.